ഈ യാത്രയിൽ ആദ്യമായി നല്ലൊരു വാട്ടർഫാൾസ് കണ്ടുകൊണ്ട് യാത്ര ആരംഭിക്കാം. ഇതാണ് വാളറ വെള്ളച്ചാട്ടം. നേര്യമംഗലം മൂന്നാർ റൂട്ടിൽ ഉള്ള ഈ വാട്ടർഫാൾസ് അതിപ്രശസ്തമാണ്. സഞ്ചാരികളെല്ലാം ഇവിടെ വാഹനം നിർത്തി ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചും ഫോട്ടോസ് എടുത്തുമാണ് തുടർ യാത്ര നടത്തുന്നത്. ഈ പ്രദേശമാകെ വെള്ളം സ്പ്രേ ചെയ്യുന്ന അനുഭവമാണ്. ഒപ്പം കോടമഞ്ഞും കുളിരും ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്. വട്ടവട എന്ന അതിമനോഹര ഗ്രാമത്തിലേക്കുള്ള ഈ യാത്രയിൽ അടിമാലി, മൂന്നാർ, കുണ്ടള ഡാം, എക്കോ പോയിൻ്റ്, ടോപ്പ് സ്റ്റേഷൻ, കോവിലൂർ എന്നീ മനോഹര ടൂറിസ്റ്റ് പ്ലേസുകൾ കവർ ചെയ്താണ് വട്ടവടയിലേക്ക് നമ്മൾ എത്തുന്നത്. മനോഹരമായ തേയിലത്തോട്ടങ്ങളും മഞ്ഞും കുളിരും ഏറ്റുകൊണ്ടുള്ള ഈ യാത്ര അതിമനോഹരമാണ്. മനോഹരമായ പാമ്പാടും ചോല നാഷണൽ പാർക്ക് വഴിമധ്യേയാണ്. ഇവിടെ ഉടനീളം കാട്ടുപോത്തുകൾ, മാനുകൾ, ആനകൾ തുടങ്ങിയ മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പ്രവേശിച്ചു. മനോഹരമായ പുൽമൈതാനങ്ങളും നിരവധി കെട്ടിടങ്ങളും മലകളും ഒക്കെ കൊണ്ട് അതിപ്രശസ്തമാണ് മൂന്നാർ ടൗൺ. മനോഹരമായ റിസോർട്ടുകളും ഹോട്ടലുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പൊൻകുന്നം KSRTCയോടൊപ്പമാണ് ഞങ്ങൾ വട്ടവട സന്ദർശിച്ചത്. പൊൻകുന്നം KSRTCയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കും കുറഞ്ഞ ചിലവിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു. ഇടതൂർന്ന് സ്ഥിതി ചെയ്യുന്ന നിരവധി കെട്ടിടങ്ങളും അതിന് മധ്യത്തോടെ ഉള്ള പുഴയും എല്ലാം നമ്മെ ആനന്ദം കൊള്ളിക്കും. ചെറിയൊരു ടൗണാണ് മൂന്നാർ. തമിഴും മലയാളവുമാണ് ഇവിടുത്തെ പ്രധാന ഭാഷ. തമിഴരുടെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.
കാണുന്നത് ഒരു ഫോട്ടോ പോയിൻ്റാണ്. വണ്ടികളെല്ലാം അവിടെ നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. യൂക്കാലിസ് മരങ്ങളാണ് ആ കാണുന്നത്. അതിൻ്റെ അപ്പുറം റിസോർവോയറും നമുക്ക് കാണാം. ഇതാണ് വട്ടവടയിലുള്ള പ്രവേശന കവാടം. ഇവിടെ വണ്ടി നിർത്തി പാസ് എടുത്തതിന് ശേഷം വേണം അങ്ങോട്ടേക്ക് പ്രവേശിക്കുവാൻ. കേരളത്തിലെ ഏക പച്ചക്കറി ഗ്രാമം എന്നറിയപ്പെടുന്ന ഇവിടെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, വെളുത്തുള്ളി, കാബേജ്, ബട്ടർ ബീൻസ് തുടങ്ങിയവയാണ് പ്രധാന കൃഷികൾ. നമ്മളൊരു കാബേജിൻ്റെ ചെറിയ സ്ഥലത്തേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. കാബേജുകളൊക്കെ പറിച്ച് അവിടെ വെച്ച് തന്നെ വിൽക്കുന്നത് നമുക്ക് കാണാം. വളരെ നിസ്സാര വിലയ്ക്ക് നമുക്കത് അവിടെ നിന്ന് മേടിക്കാൻ കഴിയും. നിരവധി കാബേജുകൾ ഉണ്ടായി കിടക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. വെളുത്തുള്ളിയാണ് ആ കാണുന്നത്. വെളുത്തുള്ളി കൃഷി അത് വിളവെടുക്കാറായി വരുന്നതേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് തന്നെ അത് പറിച്ച് എടുക്കുവാൻ സാധിക്കും. സ്ട്രോബെറിയാണ് കാണുന്നത്. സ്ട്രോബെറി കൃഷി പ്രത്യേക വരമ്പുകൾ ഉണ്ടാക്കി അത് പ്ലാസ്റ്റിക് വിരിച്ച് അതിൻ്റെ മുകളിലാണ് ആയിട്ട് ചെറിയ ഹോളുണ്ടാക്കി അവിടെയാണ് സ്ട്രോബെറി നടുന്നത്. കാണുന്നത് കാബേജ് ഉണ്ടായി കിടക്കുന്നതാണ്. കൂടാതെ സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, മരത്തക്കാളി തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നതായി നമുക്ക് കാണാം. സൂചി ഗോതമ്പ് വിളയുന്ന ഏക സ്ഥലം കൂടിയാണ് ഇവിടെ. ഈ വിളകൾ കൂടുതലും തമിഴ്നാട്ടിലാണ് വിറ്റഴിക്കപ്പെടുന്നത്. മനോഹരമായ സ്ട്രോബെറി തോട്ടങ്ങൾ ആരെയും ആകർഷിക്കുന്ന ഒന്നാണ്.
ഇവിടെ നിരവധി വ്യൂ പോയിന്റുകൾ ഉണ്ട്. അവിടെയെല്ലാം നമുക്ക് പോയി വിശാലമായ ഫോട്ടോകൾ എടുക്കാനും ഒക്കെ സാധിക്കും. വട്ടവടയിൽ 4 ആദിവാസി കുടികളാണ് പ്രധാനമായും ഉള്ളത്. ഇവർ കൂടുതലും സംസാരിക്കുന്നത് തമിഴ് ഭാഷയാണ്. ഫോട്ടോഷൂട്ടിന് പറ്റിയ നിരവധി പോയിന്റുകൾ ഇവിടെയുണ്ട്. അതാണ് സഞ്ചാരികളെ അങ്ങോട്ട് ആകർഷിക്കാനുള്ള ഒരു പ്രധാന കാരണം. ഏതാണ്ട് 4 വശത്തും മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണിവിടെ. അതിന് നടുക്ക് വിശാലമായ കൃഷിത്തോട്ടങ്ങൾ. അവിടെ തന്നെ തട്ടുതട്ടായി തിരിച്ച് നിരവധി ചെറിയ വീടുകളും നമുക്ക് കാണാം. കോവിലൂരും വട്ടവടയും ഇന്ന് 2 പ്രധാന ചെറിയ ടൗൺ നമുക്കിവിടെ കാണാം. വട്ടവടയ്ക്ക് തൊട്ട് മുമ്പ് കോവിലൂർ പഞ്ചായത്തിലാണ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. സുഖകരമായ കാലാവസ്ഥയും മനോഹരമായ പ്രകൃതി ഭംഗിയും ഈ പ്രദേശത്തെ കേരളത്തിലെ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഇത് വനത്തിനുള്ളിലെ ഒരു ചെറിയ വാട്ടർഫാൾസ് കാണാനുള്ള യാത്രയാണ്. വട്ടവടയിൽ ചെന്ന് ഗ്രാമഹൃദയത്തിലൂടെയും വനത്തിലൂടെയുമുള്ള ജീപ്പ് സവാരിയും ഞങ്ങൾ നടത്തി. പോകുന്ന വഴിയിലുള്ള ഓരോ കാഴ്ചകളെക്കുറിച്ചും പ്രദേശവാസി കൂടിയായ ജീപ്പ് ഡ്രൈവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. ഇതാണ് ചിലന്തിയാർ വാട്ടർഫാൾസ്. മലമുകളിൽ നിന്നും ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവി. അത് കുറുകെ ഒരു ചെറിയ തടിപ്പാലമാണ്. ഇത് കടന്നു ചെന്നാൽ ചെറിയ തടിപ്പാലം നമുക്ക് കാണാം. ഇതിൽ കൂടെ കടന്നു വേണം ടൈഗർ കേവിലേക്ക് പോകാൻ. കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആൾക്കാരാണ് അവിടേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. ഗുഹയിലേക്കുള്ള വഴിയാണ്. വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ
വളരെ പ്രയാസപ്പെട്ടു വേണം നമുക്ക് അങ്ങോട്ട് കയറുവാൻ. എങ്കിലും എല്ലാവരും അതുവഴി കയറി അപ്പുറത്ത് കടക്കാറുണ്ട്. കുറച്ച് ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഇരുട്ടാണ്. മൊബൈലിൻ്റെ ടോർച്ച് തെളിച്ചുകൊണ്ടാണ് ആൾക്കാർ അപ്പുറത്തേക്ക് കടക്കുന്നത്. ഇവിടെ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. വീണ്ടും അപ്പുറത്ത് കടന്നിട്ട് വേണം ബാക്കി ഭാഗം എടുക്കാൻ. ഇത് അപ്പുറത്ത് ചെന്നതിന് ശേഷമുള്ള ഭാഗമാണ്. ആൾക്കാർ അതുവഴി വലിച്ച് കയറ്റുകയാണ്. ഇനിഞ്ഞു വേണം അവിടെ നിന്ന് കയറുവാൻ. വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും അതിലൂടെ പ്രയാസപ്പെട്ടാണേലും കയറി വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പോകണമെങ്കിൽ അവിടെ ചെന്ന് ജീപ്പ് സവാരിയിൽ പോയാലേ നമുക്കിവിടേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഏകദേശം 2500 രൂപയാണ് ജീപ്പിൻ്റെ ചാർജ്. കമാൻഡർ ജീപ്പാണ്. 11 പേരെ ഒരു ജീപ്പിൽ കയറ്റും. എന്നിട്ട് വനത്തിലൂടെയുള്ള വഴിയെ നമ്മളെ കൊണ്ടുപോയി വിവിധ തരത്തിലുള്ള സൈറ്റ് സീയിങ്ങും എല്ലാം കാണിച്ച് ഏകദേശം 3 മണിക്കൂറിന് ശേഷം വട്ടവടയിൽ നമ്മളെ കൊണ്ടാക്കും. ഇവിടുത്തെ മിടുക്കരായ ഡ്രൈവർമാർ നമുക്ക് അവിടുത്തെ എല്ലാ വിവരവും പറഞ്ഞു തരും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ കൃഷിത്തോട്ടങ്ങൾ നമുക്ക് കാണാം. അവിടെ ഹണി വാങ്ങിക്കാം. നാടൻ തേൻ അവിടെ കിട്ടും. പൂക്കളാൽ അലങ്കരിച്ച ഒരു സ്ട്രോബെറി തോട്ടമാണിത്. ഇത് ഹണി മ്യൂസിയമാണ്. വിവിധ തരത്തിലുള്ള തേനുകളെ നമുക്കിവിടെ പരിചയപ്പെടുത്തും. ചെറിയൊരു മ്യൂസിയം ഉണ്ട്. 50 രൂപയാണ് ഒരാൾക്ക് ഫീസ്. വിവിധ തരത്തിലുള്ള തേനുകളെക്കുറിച്ചും അവയുടെ ഗുണങ്ങളെക്കുറിച്ചും അവയുടെ ഉൽപ്പാദനത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് ഇവിടെ ക്ലാസ്സും ഉണ്ട്. ചെറിയൊരു ഫിലിം ഷോ പോലെയൊരു പ്രദർശനവും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹണി മ്യൂസിയം. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറഞ്ഞാണ് ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും മടക്കയാത്ര ആരംഭിക്കുന്നത്. ഏറെ വ്യത്യസ്തമായ ആചാരങ്ങളും കലാരൂപങ്ങളും നാട്ടുവൈദ്യവും ജീവിത രീതികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതോ ചിത്രകാരൻ കോരിയിട്ട മനോഹര ചിത്രം പോലെ നമുക്കിവിടെ മനസ്സിൽ സൂക്ഷിക്കാൻ തോന്നും. എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് മടക്കയാത്ര ആരംഭിച്ചു.